നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സഭാപർവം തുടരുന്നു. ശിശുപാലവധം. ശാർവരായുധൻ തന്റെ ചരിത്രങ്ങൾ ഗാംഗേയനിങ്ങനെ ചൊന്നോരനന്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടത് മന്നവൻ നാരദൻ തന്നോടു ചോദിച്ചു. എന്തിതിൻ കാരണമെന്നതു കേട്ടാശു ചിന്തിച്ചു നാരദൻ താനുമരുൾ ചെയ്തു. ചേതീശനായ ശിശുപാലനെ ഇന്നു മാധവൻ കൊല്ലും, അതിനുള്ള ലക്ഷണം കാണായതെന്നു പറഞ്ഞിരിക്കെ തന്നെ കാണായി തേരിൽ മധുവൈരി തന്നെയും. അസ്ത്രപ്രയോഗങ്ങൾ തമ്മിലുണ്ടായതു വിസ്തരിച്ചേറെ പറഞ്ഞാലൊടുങ്ങുമോ? രാഘവ രാവണന്മാർ പൊരും പോലെയൻ മേഘനിറമുള്ള കൃഷ്ണചേതീശന്മാർ അസ്ത്രമെടുത്തു തൊടുത്തു വലിച്ചയച്ചെത്രയും ഘോരമായി വന്നിതു യുദ്ധവും. ധർമ്മജനാദിയും നാരദനാദിയും നിർമ്മലരാകിയ ദേവസമൂഹവും നാരീജനങ്ങളും ഭൂസുരജാലവും വീരരായി മേവുന്ന ഭൂപതി വൃന്ദവും പാരിലുള്ളോരെല്ലാം ആയോധനം കണ്ടു നാരായണ ഹരേ നാരായണ എന്നാൽ. വിക്രമശാലിയാം വിഷ്ണു ജഗന്മയൻ ചക്രമെറിഞ്ഞു മുറിച്ചാൻ അവൻ തല. ദേഹവും ഭൂമിയിൽ വീണിതതു നേരം ദേഹിയും മാധവദേഹമകമ്പുക്കു. ദേവകൾ പൂമഴ തൂകിത്തുടങ്ങിനാൻ ദേവനെ വന്ദിച്ചു മാമുനിജാലവും. യാദവന്മാരും തെളിഞ്ഞു ചമഞ്ഞതു മേലിനി പാലകന്മാർ ചിലർ കോപിച്ചാർ. ധർമ്മജൻ ചൊല്ലാലെ ശേഷക്രിയകളും നിർമ്മലനാം അവൻ തന്റെ മകൻ ചെയ്താൻ. ശേഷം മഹാക്രതു ചെയ്തു മുടിച്ചിതു ഘോഷിച്ചു ധർമ്മരാജാത്മജൻ നിർമ്മലൻ. ആനന്ദമുൾക്കൊണ്ടു മന്നനവാകൃത സ്നാനവും ചെയ്തിതു ബന്ധുജനത്തോടും. ഇന്ദ്രൻ സുധർമ്മയിലെന്ന പോലെ ധരണീന്ദ്രൻ ആസ്ഥാനെ വസിക്കുന്നതു നേരം മായാമയനാമയൻ പണി ചെയ്തൊരു തോയാകരം നിലമെന്നു നിരൂപിച്ചു. പാരാഗജന്നുടൻ വാളുമായി ചാടിനാൻ വാരിയിൽ പട്ടുമുടുത്തു സുയോധനൻ. ആരും കാണാതെ ചിരിച്ചിതെല്ലാവരും പാരം ചിരിച്ചിതു ഭീമനതു നേരം. നാണവും പൂണ്ട് അഭിമാനക്ഷയത്തോടും ആനനവും താഴ്ത്തി ആരെയും നോക്കാതെ പോയി സുയോധനൻ. അന്നു തുടങ്ങിയിട്ടു കായം മെലിഞ്ഞു പനിയും പിടിച്ചുതേ. മന്നവരും പിന്നെ മറ്റുള്ളവർകളും വന്ന വഴിയെ പോയി തങ്ങളിടം പുക്കാർ. വൃഷ്ണികുലജാതൻ വിശ്വംഭരാവരൻ വിഷ്ണു വേദാന്ത വേദ്യൻ വേദവിഗ്രഹൻ ജിഷ്ണു പ്രമുഖ വൃന്ദാരകവന്ദിതൻ ജിഷ്ണുതനയ പ്രിയ വയസ്യൻ ഹരി കൃഷ്ണൻ തിരുവടി ധർമ്മജൻ തന്നോടും. കൃഷ്ണാപൃഥ സുഭദ്രാദികൾ തമ്മോടും ജിഷ്ണുവിനോടും മറ്റുള്ള ജനത്തോടും കൃഷ്ണേതരാംശു ബിംബാനനൻ മാധവൻ ആസ്തയാ വാത്സല്യമുൾക്കൊണ്ടു സാദരം യാത്രയും ചൊല്ലി വേഗത്തോടെഴുന്നള്ളി. ഹസ്തിനംബുക്കു ധൃതരാഷ്ട്രപുത്രനും അക്കൽ മുഴുത്തു ചമഞ്ഞു ദിനം പ്രതി. ധർമ്മജൻ തന്റെ ധനവും പ്രതാപവും നന്മയും കണ്ടു സഹിയാഞ്ഞതുകാലം താണിതു ബുദ്ധി തളർച്ചയും ഭാരമായി ഊണും ഉറക്കവുമില്ലാതെ വന്നിതു. ചെന്നു ശകുനിയോടെല്ലാം അമാത്യകൾ ചൊന്നതു കേട്ടവനും വന്നു ചൊല്ലിനാൻ. പോക്കുവൻ നിന്നുടെ ദുഃഖങ്ങളൊക്കവേ പോഷ്കന്യെ പറഞ്ഞിടു നീ വൈകാതെ. ധർമ്മജന്മാവിൻ പ്രതാപവും അർത്ഥവും നന്മയും കണ്ടു പൊറുത്തീകരിക്കയ്യോ. കുറ്റമല്ലേതു അതുണ്ടാമതിന്നു നീ പറ്റുവതല്ല ശോകിപ്പതൊരിക്കലും. ഏതും ഇതുകൊണ്ടു ദുഃഖിക്ക വേണ്ട നീ. ചൂതു പൊരുതു ജയിച്ചവൻ തന്നെ നാടും നഗരവും അർത്ഥവും നിന്നുടെ പാടാക്കി വയ്ക്കുന്നതുണ്ടിനി നിർണയം. അച്ഛനെ കൊണ്ടു ചൊല്ലിച്ചു വരുത്തുക നിശ്ചയം നാടു പറിക്കുന്നതുണ്ട് ഞാൻ എന്നു ശകുനി പറഞ്ഞതു കേട്ടപ്പോൾ
ചെന്നവൻ താതനോടാശു ചൊല്ലിടിനാൻ. അന്ധനാം ഭൂവൻ മുഹൂർത്തമാത്രമുള്ളിൽ ചിന്തിച്ചു നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. അന്ധകാരങ്ങൾ നിരൂപിച്ചു മാനസെ ചിന്ത മുഴുത്തു ദിനം പ്രതി സന്താപമുണ്ടായി മെലിഞ്ഞു വശം കെട്ടു സന്തതം ക്ലേശിപ്പതിനെന്തു കാരണം? ബന്ധമില്ലേതുമിതിനിതു ചൊല്ലിയതാ ബന്ധുക്കളേതും നിനക്കു നന്നല്ല കേൾ. അന്തം വരുമിതു മൂലം അന്നേരത്തു പിന്തുണയാരും നിനക്കില്ല അറിയ നീ. മന്ത്രികളിഷ്ടം പറയും ചിലരവരന്തരമില്ല കൊല്ലിക്കും അതോർക്കണം. കുന്തിസുതന്മാർ നിനക്കിതിനാൽ പരിപന്ധികളായി വരും. പാണ്ഡവന്മാരുടെ ബന്ധുവാകുന്നതാരെന്നതോർത്തിടേണം. അന്ധകവംശാധിപൻ നരകാന്തകൻ എന്നോടിതെല്ലാം പറയായിക പാതിയും മുന്നേ വണ്ണം തന്നെ വാഴുക നീയെന്നും. അംബികാപുത്രൻ പറഞ്ഞതു കേട്ടപ്പോൾ തന്മനക്കാമ്പിൽ വെറുത്തു സുയോധനൻ. തീർത്ഥമാടിയിടുവാൻ പോകുന്നതുണ്ടു ഞാൻ, പേർത്തിവിടേക്ക് വരുന്നതുമില്ലിനി. താതൻ അനുജനിലുള്ളൊരു വാത്സല്യം ചേതസി ധർമാത്മജനിലുമുണ്ടല്ലോ. താതൻ ഉദവപിണ്ടാദികൾ നൽകുവാൻ പ്രീതിയും പാണ്ഡുസുതങ്കലെ നിർണയം. ന്യൂനമെന്നർത്ഥപകർമ്മമിതിനില്ല ഞാനിനി ദേശാന്തരം ഗമിച്ചിടുവൻ. മന്നവനെന്നതു കേട്ടു വിതുരരെ ചെന്നു വരുത്തുകെന്നാൻ അവനും വന്നാൻ. ഗൂഢമായിങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിരൂപിച്ചു കൽപ്പിച്ച കാര്യം ഉള്ളവണ്ണം ധരിച്ചോരു വിതുരരും ചൊല്ലിനാനെന്നു ധൃതരാഷ്ട്രരെ നോക്കി. നല്ലതിനല്ല തുടങ്ങുന്നു നിൻ മകൻ, നല്ലതല്ലേതുമേ മേലിൽ ഇതുമൂലം ഇല്ലാതെയായി വരുമെല്ലാവരും കൂടി. വല്ലായ്മ ശിക്ഷിച്ചടക്കുക നീ തന്നെ. ഏവം വിതുരർ പറഞ്ഞതു കേൾപ്പതിനാപതല്ലാതെ ചമഞ്ഞു ധൃതരാഷ്ട്രൻ. പുത്രവാത്സല്യം നിമിത്തമായി മാധവൻ ഭക്തപ്രിയൻ മഹാമായ ഗുണവശാൽ ഭൂഭാരനാശനത്തിനു പിറന്നൊരു ഗോപതി വൈഭവന്മാർക്കു തടുക്കാവൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓ